ഡേയ് മാനിയായിട്ട് ചോദിക്കടേ അങ്ങോട്ട് മാറിയില്ലേ. ആ കുട്ടി എന്താ കുട്ടിയുടെ പേര്? നമിത പ്രമോദ്. അധിഷ്ഠലക്ഷ്മി. ഓ ടഫ് നെയിം. ഐ ആം റാമോ. ഹീൽ ഇട്ടിട്ടുണ്ടോ? കൊച്ചേ, ഞങ്ങൾ നിന്നെ ഇവിടുന്ന് പുറത്തിറക്കി തരാം. പക്ഷെ നീ എന്തിനായി ഹോസ്റ്റലിനകത്ത് വന്നെന്ന് ഞങ്ങളോട് പറയണം. അത് എത്രയും പെട്ടെന്ന് പറഞ്ഞാ അത്രയും പെട്ടെന്ന് പുറത്തിറക്കാം. നിന്ന് കഥകളി കാണിക്കാതെ പറയടി. ലക്സ്, നീ ഇവിടെ? ലക്സ്, ഞാനൊന്ന് പറഞ്ഞോട്ടെ. മിണ്ടി പോരുത് നീ. നീ എന്നെ SMS അയച്ച് ബ്രേക്കപ്പ് ചെയ്യല്ലടാ. നേരിട്ട് വന്ന് പറയാനിരിക്കുമായിരുന്നു, പക്ഷെ കുറച്ച് ബിസി ആയിപ്പോയി. അതാ SMS അയച്ചത്. ഹൗ ഡെയർ യു. നിന്നെ വിശ്വസിച്ച് ഞാൻ എന്റെ വീട്ടുകാരെ വരെ വെറുപ്പിച്ചു. ഇന്ന് നിന്നെ കുറിച്ച് വിശദമായി അന്വേഷിച്ചപ്പോഴാ കഥകൾ പലതും ഞാൻ അറിഞ്ഞത്. ഐ എം സോറി ലക്സ്, എനിക്ക് ഒരു ലാസ്റ്റ് ചാൻസ് കൂടി തരണം. ഞാനിപ്പോ ഇവിടെ വെച്ച് ബഹളം ഉണ്ടാക്കി ആളെ കൂട്ടി നീ എന്നെ തട്ടിക്കൊണ്ട് വന്നു എന്ന് പറഞ്ഞ പിന്നെ എന്താ സംഭവിക്കാൻ പോണെന്ന് ഞാൻ പറയണ്ടല്ലോ. ഒരു പെണ്ണ് വിചാരിച്ചാലും ചിലതൊക്കെ ചെയ്യാൻ പറ്റുന്ന നിന്നെ അറിയിക്കാൻ വേണ്ടി തന്നെയാ ഈ രാത്രിയിൽ ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ ഇവിടേക്ക് വന്നത്. ഇനി മേലാൽ എന്റെ കൺമുന്നിൽ കണ്ടുപോകരുത്. ഗുഡ് ബൈ. ഇനി എന്താ? അവനൊരടി കൊടുക്കാനാണോ നീ ഇതിനകത്തോട്ട് കയറി? അതിനൊരു വാക്ക് എന്നോട് പറഞ്ഞാ പോരായിരുന്നു. ദിവസവും കൊടുക്കുന്ന കൂട്ടത്തിൽ ഞങ്ങൾ കൊടുക്കത്തില്ലായിരുന്നോ? പിന്നെ പെട്ടെന്നുള്ള ദേഷ്യത്തിലും സങ്കടത്തിലും തോന്നിപ്പോയതാ. ഓ, മണ്ടത്തരവാ, അറിയാം. സംഭവിച്ചു പോയി. അന്നവനെ അന്വേഷിച്ച് വന്നപ്പോഴാ തന്നെ ക്യാൻറ്റീനിൽ വെച്ച് ഞാൻ കണ്ടത്. അന്ന് എന്നെ കടലായിരുന്നു. എങ്ങനെ കയറി വരുന്നു? കൂടുതൽ ഡയലോഗ് ഒന്നും അടിക്കണ്ട. അതിന് പകരമായിട്ടല്ല എന്നെ 20,000 രൂപ എണ്ണി മേടിച്ചത്. അത് എന്നാലും അവനെയൊക്കെ ആരെങ്കിലും കയറി പ്രേമിക്കുവോ? വെറുപ്പായി പോയി. വേറെ ലുക്കുള്ള എത്ര ആമ്പിള്ളേരെ ഇവിടെ നിൽക്കുന്നു. പറ്റിയത് പറ്റി. എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തിറക്കിത്താ. എന്റെ പൊന്നിറമോ ബ്രൂണോ, ഇവളെ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തിറക്കി താ. എനിക്ക് മടുത്തു. മറ്റേതാ ഇതെനിക്ക്, നിനക്ക്, അവൻ. ജേഡി നീറ്റടിക്കണം. ഇത് വലിയ ചതിയായിപ്പോയി. ഞാനിനി അച്ഛനോട് എന്ത് പറയും? നിന്റെ അച്ഛൻ ഇതിനു മുമ്പ് ജാക്ക് ഡാനിയൽസ് അടിച്ചിട്ടുണ്ടോ? അപ്പൊ പിന്നെ പ്രോബ്ലം സോൾവ്. ഈ കുപ്പിക്കകത്ത് വല്ല പട്ടചാരായം കളിയെ കൊടുക്കടേ. ചുമ്മാ അളിയ, ഈ ലോകത്ത് പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നമില്ല. അതെ, അതുകൊണ്ട് നീ ആദ്യം പോയി അടുത്ത കുപ്പി എടുത്തുണ്ടോ. ഇതിപ്പോ തീരും. നമുക്ക് അവളെ പുറത്തിറക്കണ്ടേ? ബ്രൂണോ 20,000 രൂപ കയ്യിലിരിക്കല്ലേ, ആദ്യം പോയി വായിച്ചോടാ. കറക്റ്റ്. പോടാ. എന്തായാലും പൊട്ടിച്ചില്ലേ, ഒന്ന് എനിക്കോട് വഴി തരത്തില്ലടാ. ഇതിന്റെ അകത്തുനിന്ന് നിനക്കൊരു ഔൺസ് പോലും തരത്തില്ല. വൃത്തിയോട് കാണിക്കരുത്. ഞാനും ഇതുവരെ കുടിച്ചിട്ടില്ല. എടാ ദൈവം എന്റെ കൂടെ. അതാ ഇപ്പൊ നീ എന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നത്. ഞങ്ങൾ സ്റ്റാൻഡേർഡ് ഇല്ലാത്തൊരു മാത്രം ഇത് അടിച്ചാ മതി. നീ പോടാ. ഒരു തുള്ളിയെങ്കിലും തരത്തില്ല, തരത്തില്ല, തരത്തില്ല. ഇതിലും ഭേദം ഒരു ഫോട്ടോ എടുത്ത് കണ്ടാ പോരായിരുന്നോ? നീ എന്തോ ആലോചിക്കുന്നേ? അല്ല, ഇതിലിപ്പോ നമ്മളെവിടെയെന്ന് ആലോചിക്കുമായിരുന്നു. വെറുതെ അല്ല ഇവിടെ തോറ്റു വെച്ചിരിക്കുന്നത്. എന്റെ ചേട്ടനോട് പഠിച്ചാൽ നോക്കൂലേ? ഇനിയിപ്പോ ഒറ്റ വഴിയേ ഉള്ളൂ, മെയിൻ എൻട്രൻസ്. ഈ പിള്ളേരുടെ കൂടെ എങ്ങനെ? മാത്രമല്ല അച്ഛന്റെ റൂം ഇതിനടുത്താ. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, ചിലപ്പോ പറ്റിയാലോ. ട്രൈ. നിങ്ങൾ വാ, മെയിൻ എൻട്രൻസ് ഞാൻ ക്ലിയർ ചെയ്യാം. ബ്രൂണോ, എനിക്ക് മൊത്തം ഹോസ്റ്റലിന്റെയും ഒരു ബ്ലൂ പ്രിന്റ് വേണം. ബ്ലൂ?
ഏ